ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ടെടുക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ഒരു വചന പറയുമ്പോൾ അതിൽ വേദനിപ്പിക്കുന്ന വാക്കുകളുണ്ടെങ്കിലും ഊർജം നൽകുന്ന വാക്കുകളൂടെ അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇന്നത്തെ ഭാഗം നമ്മൾ കാണുന്നത് അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സഹനങ്ങളെക്കുറിച്ചാണ്. അപ്പം ഈ കാലഘട്ടത്തിലും അതിനെ ചേർത്ത് വെച്ച് വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഊർജം നൽകുന്ന വാക്കുകൾ എന്ന് പറയാൻ കാരണം യേശു ആദ്യ ഭാഗത്ത് കുറേയധികം സഹനങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഈശോ പറയുന്നു, എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചേർത്ത് നിൽക്കുവാനോ എതിർക്കുവാനോ കഴിയാത്ത വാക്കു ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് ചുരുക്കത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. യേശുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയ ഒരവസരമാണ് ഓരോ പ്രാവശ്യം വചനം വായിക്കുമ്പോൾ. അവൻ നമ്മോട് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സാഹചര്യത്തിലാണ് സംസാരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി വചനം വായിച്ചാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും സമയമില്ല എന്നാണ് പറയുന്നത്. പൊതുവേ എല്ലാവരും സമയക്കുറവുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. ഷോർട്ട് ടൈമിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരു ഗ്രോത്തോടുകൂടി, ഡെവലപ്മെൻറ്റോടുകൂടി നമ്മളൊക്കെ ആ ഒരു ട്രാക്കിലോട്ട് വന്നു കഴിയും. ഈ ദിവസങ്ങളിൽ കേട്ടൊരു വാർത്ത, സ്വിറ്റ്സർലാൻഡിലെ ഒരു ഇടവകയിൽ AI ജീസസ് ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നു. അതായത് 100 ഭാഷകളോളമുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയി ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ ചോദ്യങ്ങളും AI ജീസസിനോട് ചോദിക്കാം. സംഭാഷണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന, ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ജീസസിനല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മളെ മനസ്സിലാക്കാനും തുറവിയോടുകൂടി കാര്യങ്ങൾ പറയാനും സാധിക്കുന്ന, ജീവിക്കുന്ന ഒരു ജീസസിനെയാണ്. തീർച്ചയായിട്ടും അതൊക്കെ നല്ലതാണ്. AI എന്തുകൊണ്ടും ഉപയോഗമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും നമ്മുടെ കഴിവുകളെ അടിച്ചേൽപ്പിക്കുന്നതാവരുത്, അടിച്ചമർത്തുന്നതാവരുത് ഒരു ഡെവലപ്മെൻറ്റ്. നമുക്ക് നമ്മുടേതായ വ്യത്യസ്തമായ കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അത് വളർത്തുവാനും അത് പ്രോത്സാഹിപ്പിക്കുവാനുമാണ് നമ്മൾ പഠിക്കുന്നത്. തീർച്ചയായിട്ടും പല കാര്യങ്ങൾക്കും AI ഉപയോഗിക്കപ്പെടുന്നുണ്ട്, പല നല്ല കാര്യങ്ങൾക്കും. പക്ഷേ മോശമായ കാര്യങ്ങൾക്കും ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. പല കുറുക്ക് വഴികളിലൂടെ ജീവിതത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയായി മാറിക്കഴിഞ്ഞു. ഏതൊരു ഡെവലപ്മെൻറ്റും, ഏതൊരു കണ്ടുപിടുത്തവും ലോകത്തിന് നന്മയാണ് നൽകേണ്ടത്, തിന്മയാവരുത്. അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തം നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ ഉപയോഗമുള്ളതായി മാറുന്നു എന്നുള്ളതാണ്. AI ഉപയോഗിക്കേണ്ട രീതികൾ നമുക്കറിയാം അല്ലേ? അപ്പം ആ രീതിയിൽ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഏതൊരു സാഹചര്യത്തിലും നമുക്ക് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. കുറേയധികം പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കണം. ഏത് സാഹചര്യത്തിലാണെങ്കിലും വിശ്വാസത്തോടു കൂടി നമ്മുടെ കഴിവുകളിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ നേരിടുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അതാണ് ഈശോ പ്രധാനമായിട്ടും ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. നിരവധി സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, തീർച്ചയായിട്ടും കടന്നു പോകും. പക്ഷെ അവിടെയും ഈശോ നൽകുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത്, എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയിട പോലും നശിച്ചു പോവുകയില്ല എന്നാണ്. അത്രയും ഉറപ്പ് ഈശോ നമുക്ക് തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവ്യബലി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിരവധി സഹനങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും നീ നൽകുന്ന ഉറപ്പിൽ, നീ നൽകുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സഹനങ്ങളെയൊക്കെ അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയും നൽകണമേ എന്ന് ഈ ബലിയിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.